ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഈ എക്സ്പ്രസ്സിന് പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ചൂസ് ചെയ്തത് സെക്കൻഡ് AC ആയിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് AC ആണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 8:37, നല്ല മഴ ഉണ്ട്. നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ലേവറിന് ടൈമുണ്ട്, അതായത് നമുക്ക് നേരിട്ട് പാലക്കാടേക്കുള്ള ട്രെയിൻ കിട്ടി കേട്ടോ. നമ്മൾ ആക്ച്വലി ബാംഗ്ലൂർ വഴി പോകാനാണ് വിചാരിച്ചത്, പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ ഈ കോള് കിട്ടിയപ്പം ഇതിലങ്ങ് കയറി. രാവിലെ തന്നെ ഒരു ലോക്കോ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം 8 മണിക്ക് ഒരു വന്ദേ ഭാരത് പോയി, ഇപ്പോൾ 8:30 ആയല്ലോ. ഇത് ഒരു 32336 വാപ്പ് 7 ലോക്കോ ആണ്. നമ്മളെ പഴയ നീല കളറാണ്, പക്ഷേ ബാക്കിലൊക്കെ മഞ്ഞ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഒരു മസാല ദോശ ആണോ, സ്റ്റേഷനടുത്തുള്ള ഒരു ചെറിയ കടയാണ്. കൊള്ളാം. ഒരു മസാല ദോശയും ചായക്കും അമ്മമാർ 110 രൂപ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോലും ഇത്ര റേറ്റ് ഇല്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ടായിരിക്കണം തിരക്ക് കൂടി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ രാവിലെ വന്നപ്പോൾ തന്നെ ഫുള്ള് അളിവിളിയാണ് മഴ പെയ്തിട്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്ട് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ കഴിച്ചേ. രാവിലെ ബസ്സിലാട്ടോ വന്നേ, അവിടെ വന്ന് ഇറങ്ങിയ കാരണം രാവിലെ അങ്ങോട്ടേക്ക് ബസ്സേ ഉള്ളൂ ഏറ്റവും എഫിഷ്യൻ്റായിട്ട്. പക്ഷേ ഓരോ അരമണിക്കൂറിൽ പീക്ക് അവറിലും അല്ലെങ്കിൽ 1 മണിക്കൂറിലാണ്. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. റെയിൽവേൻ്റെ ആ സൈഡിലൊക്കെയാണ് കേട്ടോ ധാരാളം റെസ്റ്റോറൻറ്റുകളും കാര്യം മറ്റുള്ള. പക്ഷേ അതൊക്കെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കൊക്കെ റെഡിയുള്ളൂ. നമ്മളിന്ന് 9 മണി രാവിലെ ആയതുകൊണ്ട് തുറന്നു വരുന്നുള്ളൂ പലതും. 39011 വാപ്പ് 7 ലോക്കോ ആണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസ്. ആരൊക്കെ തുപ്പുണ്ടല്ലോ, പൊളിപ്പൊളി. ഇതൊക്കെ പുതിയ റേക്കാണ് കേട്ടോ. എനിക്കാണ് 2022-23 ആ ടൈമിൽ പണിയ റേക്കുകളാണ്. നമ്മൾ H1 ആണ് കേട്ടോ ഫസ്റ്റ് AC കേട്ടോ. നമ്മുടെ ഫസ്റ്റ് AC ഇതിൽ H24 ആണ് കേട്ടോ നമ്മുടെ കോച്ച്. പിന്നെ ഫസ്റ്റ് AC വൃത്തിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തിയൊന്നുമില്ല, അത്യാവശ്യം പഴയ റേക്ക് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ ഓവറോൾ തലേണയും വിരിപ്പൊക്കെ അത്യാവശ്യം പഴയതായിരുന്നു, മഞ്ഞ കളറായിരുന്നു. നമ്മളത് പിന്നെ പറഞ്ഞ് റീപ്ലേസ് ചെയ്യേണ്ടി വന്ന്. പിന്നെ ഈ കാണുന്ന പോലെ സൈഡിലൊരു റീഡിങ് ലാമ്പ് ഉണ്ട്, മുകളിൽ തന്നെ ലൈറ്റും ഉണ്ട്. പിന്നെ AC തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചില്ലറായിരുന്നു കേട്ടോ. പിന്നെ പിടിച്ചു കയറാൻ താഴെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് AC ആയതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം വീതിയുള്ള സീറ്റൊക്കെ തന്നെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ കൂപ്പേൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കേട്ടോ. പുള്ളിക്കാരന് എവിടെ ഇറങ്ങുന്നത് കറക്റ്റ് അറിയില്ല. അടുത്ത സ്റ്റേഷൻ ഗോണ്ടിയാല എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഗ്പൂർ. പിന്നെ ഫസ്റ്റ് AC ഇത് സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ. ഇനി ബാത്റൂമും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പറയാം. ഇവിടെ പുതിയതായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ കൂപ്പയിലേക്ക് കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് AC ആയിട്ട്. ഐസൊലേറ്റഡ് അല്ല. ഇത് ടോയ്ലറ്റ് അല്ല കേട്ടോ, ഷവർ ഏരിയ ആണ്. ഷവർ ഇവിടെ. ഇതെന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. ഷവർ ആവാനാണ് സാധ്യത. ടാപ്പുണ്ട്, ഹീറ്ററുണ്ട്, മുഖം കഴുകാനുള്ള സാധനമുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കാനുള്ള സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ മൊത്തം മാറ്റാണ്, അപ്പോൾ അതിലെ വെള്ളം പോകുന്നുണ്ടാവും. കുളിക്കാനുള്ള ബാത്റൂമാണ് ഇത് ഗൈസ്. പിന്നെ ടോയ്ലറ്റിലേക്ക് വരുമ്പം ഒരു യൂറോപ്യൻ ടോയ്ലറ്റ് ഉണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, അത്യാവശ്യം വൃത്തിയുണ്ട്. ട്രാക്കൊക്കെ കാണാം. പിന്നെ നമ്മളെ വന്ദേ ഭാരതിലുള്ള പോലത്തെ ഫ്ലഷിങ് സാധനമാണ്. വലുതായിട്ടൊന്നും ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം വൃത്തിയുണ്ട്. ഫ്ലഷൊക്കെ വർക്ക് ചെയ്യും. ഒരു ടർക്കി ഉണ്ട്, പിന്നെ വിരിക്കാനുള്ള തലേണയുണ്ട്, വിരിയുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ഫസ്റ്റ് AC കിട്ടുക. പിന്നെ നമുക്കിവിടെ ഒരു അനൗൺസ്മെൻറ്റ് സാധനം ഉണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. മേ ബി ലോക്കോ പൈലറ്റോ അല്ലെങ്കിൽ ഗാർഡൊക്കെ ആയിട്ട് സംസാരിക്കാനായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ 2 സൈഡിലും. ഈ സംഭവം നമുക്ക് പൊക്കി വെക്കാം, ഇരിക്കണമെങ്കിൽ താഴ്ത്തി വെച്ചാൽ കിടക്കാം. അങ്ങനെയാണ് താഴത്തെ ലേ ഔട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ തൂക്കിയിടാനുള്ള സാധനം, ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും പിടിച്ചിറങ്ങാനുള്ളൊരു പിടിയുണ്ട്. ഇത് പിന്നെ എന്തെന്നറിയാലോ, അത്യാവശ്യത്തിന് വലിക്കാനുള്ള സാധനം. ഇപ്പോൾ ഗോണ്ടിയ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലെത്തിയിട്ടോ. ഇവിടെ 2 മിനിറ്റോളം പിടിച്ചിടും ട്രെയിന്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നാഗ്പൂരിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ കൊണ്ടുതരുമോ എന്താ കാര്യങ്ങൾ അറിയില്ല. വലിയ തിരക്കില്ലാത്ത സ്റ്റേഷനാണ്. ഇതിൽ പൈപ്പൊക്കെ ഇങ്ങനത്തെ കേട്ടോ, ഒരു പ്ലാസ്റ്റിക് പൈപ്പൊക്കെ ഉണ്ട്. അത് നന്നായി, അതെങ്കിലും ഉണ്ടെന്നല്ലോ. മെയിൻ്റനൻസ് ഒന്നുമില്ല ശരിക്കും ഫസ്റ്റ് AC. പക്ഷേ വൃത്തികേടെന്ന് പറയാനില്ല, പക്ഷേ കണ്ടല്ലേ ഒരു ഫിനിഷിങ് ഇല്ല.
ഇത്തുവാരി എന്ന് പറഞ്ഞ ജംഗ്ഷന് അടുത്തോണ്ടിരിക്കട്ടോ. ഇത്തുവാരിയോ അതായത് നാഗ്പൂർ എടുത്തു. നമ്മളെ മറ്റേ ഡയമണ്ട് ക്രോസിംഗ് ഒക്കെ അടുത്ത് തുടങ്ങി. നമ്മളെ ഏറ്റവും ബാക്കിലാട്ടോ, അല്ലേ? അടുത്ത് തുടങ്ങി. നമ്മളെ പ്ലാറ്റ്ഫോം വരുന്ന 6ാമത്തെ പ്ലാറ്റ്ഫോം, മറ്റേ 6ാമത്തെ 8ാമത്തെ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ ഡയമണ്ട് ക്രോസിങ്. നമ്മൾ അന്ന് വീഡിയോ ചെയ്തില്ലേ, നമ്മൾ അതിൽ തന്നെ കേട്ടോ പോകുന്നത്. നമ്മളിതാണ്ട് ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്ത ഓർമ്മല്ലേ, അവിടെ ഒരു എൻജിൻ നിർത്തിയിട്ടുണ്ട്, ഒരു ഡീസൽ. ഡയമണ്ട് ക്രോസിങ്, അത്രയും ഫേമസ് ആയിട്ടുള്ള ഡയമണ്ട് ക്രോസിങ്ങിന് മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അവിടെ ഒരു പഴയ ഡീസൽ ലോക്കോ WDM അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് വന്ന വന്ദേ ഭാരത് അവിടെ പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഈ ട്രെയിൻ നോട്ടീസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ആ 2 മണിക്ക് പോകുന്ന വന്ദേ ഭാരത്, അതായത് തിരിച്ച് ബിലാസ്പൂരിലേക്ക് പോകുന്ന നാഗ്പൂർ ബിലാസ്പൂർ വന്ദേ ഭാരത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ വന്ദേ ഭാരതിൻ്റെ ലുക്ക് അത് വേറെ തന്നെയല്ലേ, ഇത്ര എയറോഡൈനാമിക് ആയിട്ടുള്ള ലുക്കാണ്. പക്ഷെ ഫ്രണ്ടിൽ ആ പശുവിന് ഇടിക്കുന്ന ഗാർഡ് മാത്രം ഒഴിവാക്കാൻ പാടില്ല. അതെ, അതങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ ഒരു ട്രെയിനും കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടുമായിരിക്കും. വൈകിട്ട് 6 മണി കേട്ടോ. നമ്മൾ ചന്ദ്രാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര വിടുകയായി സുഹൃത്തുക്കളെ. ഇവിടെ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ ധാരാളം വീടുകളൊക്കെ കാണാം. പിന്നെ കാഴ്ചകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ കണ്ടേ, അതേ റൂട്ടായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണത്തക്ക കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് തെർമൽ പവർ പ്ലാന്റ് ആണ്. ഈ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡൊക്കെ ആക്ച്വലി കറണ്ടിൻ്റെ സർപ്ലസ് ഉള്ള സ്ഥലങ്ങളാണെന്ന് അറിയാൻ കഴിയും. അതായത് ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ കറണ്ട് ഉണ്ട്, ഇവർ വിൽക്കുന്നതാണ്. പക്ഷേ ഇത് അതിൻ്റെ പ്ലാന്റ് ആണെന്ന് എനിക്ക് ഉറപ്പില്ല. നേരത്തെ കണ്ടത് BRPPL എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, ഇൻഡസ്ട്രിയൽ. ഇതൊരു സാധാരണ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ. ഒരു ലോക്കൽ ട്രെയിൻ സ്റ്റേഷനാണ്. ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്, അല്ലാതെ കയറാനൊന്നും ആളില്ല കേട്ടോ. നമ്മളങ്ങനെ ബല്ലാർഷ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബല്ലാർഷ നല്ലൊരു ഉറക്കുറങ്ങി ഗൈസ്. ഇവിടെ ഒരു വാപ്പ് 7 ലോക്കോ നിർത്തിയിട്ടുണ്ട്. ഈ നടന്നു വരുന്നത് ലോക്കോ പൈലറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ബാക്കിലുള്ള നമ്മളെ പുള്ളിക്കാരനാവണം. കുട്ടി സ്റ്റേഷനാണേലും ഇവിടെയൊക്കെ കുറേ പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ സൺസെറ്റ് കഴിഞ്ഞു, അപ്പം അതിൻ്റെ ബാക്കി പോർഷൻ കാണാം. മഴയായതുകൊണ്ട് ഞാൻ നല്ല ഉറക്കമായതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി ഫോർ ദാറ്റ്. ഇവിടെ കുരങ്ങന്മാരെ നടാൻ തോന്നുന്നത്, എത്ര പഴത്തുലിയ നോക്കിക്കേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും പഴത്തുലിയാണ്. നല്ല കുരങ്ങന്മാരെ മറ്റോ ഒന്ന് ഇതിനുള്ളിൽ കയറിയാണോ. പിന്നെ പല പോലീസുകാരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന കാണാം. കാരണം ഈ ഒരു സ്റ്റേഷൻ എനിക്ക് തോന്നുന്ന ഓരോ ഇതിൻ്റെ അതിർത്തി ആയിരിക്കണം, നമ്മളെ പാലക്കാട് പോലെ. 6:25 ബലാർഷ എത്തുന്നത്. നമ്മളിവിടെ നേരത്തെ അതായത് 6:18 എത്തി. ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്, നമ്മുടെ വെള്ളം നിറയ്ക്കണമല്ലോ, അതന്നെ ഡിലേ ആവലാണല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന കാണാം. ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഊരാൻ വേണം. ഇതിന് കുറച്ച് ഓട്ടോമേഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നൂടെ. ഇത് അയാളുടെ എത്രത്തോളം പണിയാണ് കണ്ടില്ലേ. ഈ സ്പാനർ എടുക്കണം, മുറുക്കണം, തിരിക്കണം. കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള വല്ല പരിപാടി ഇന്ത്യൻ റെയിൽവേക്ക് കൊടുത്തൂടെ. അതായത് ഇപ്പോൾ മോളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു എന്തെങ്കിലും പരിപാടിയൊക്കെ കൊടുത്തൂടെ. നമ്മൾ കാസിപ്പേട്ട് ടൗൺ എത്തിയിട്ടോ. വരാങ്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷന് തൊട്ട് മുമ്പേ ആണ്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തെലുങ്കാന തന്നെ, അതായത് ഹൈദരാബാദിൻ്റെ ഒരു കുറച്ച് ഇപ്പറായിട്ട് വരുന്ന സ്ഥലമാണ് ഈ കാസിപ്പേട്ട്, അതുപോലെ തന്നെ വരാങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ഇവിടെയുണ്ടോ എത്തിയത്. ഇവിടെ പിടിച്ചിട്ടുണ്ട് വേറൊരു ട്രെയിൻ പാസിങ്ങിനായിരിക്കണം. നമ്മളൊരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് കേട്ടോ ഇവിടെ എത്തിയത്. ഇതൊരു ഗുഡ്സാണ് കേട്ടോ, ഒരു 41874 വാപ്പ് 7 ലോക്കോ ആണ് പോകുന്നത്. ഓപ്പൺ ഗുഡ്സാണ്, അതായത് സാധനങ്ങൾ ലോഡ് ചെയ്തിട്ടില്ല, ലോഡ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് തോന്നുന്നു.
അങ്ങനെ ജംഗ്ഷൻ എത്താനായിട്ടോ റെനിഗുണ്ട. അപ്പോൾ ഇവിടെ ഒരു പാസിങ്ങിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. അവർക്ക് പച്ച സിഗ്നൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട്. ഭംഗി എന്താണെന്ന് വെച്ചാൽ ചുറ്റും മലകളാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ. അതുകൊണ്ട് കൂടെ കാറ്റും വളരെ കുറവാണ്. പക്ഷെ നല്ല രാവിലെ മോർണിംഗ് എഴുന്നേറ്റ് ഈ കാഴ്ച കാണാൻ സെറ്റാണ് കേട്ടോ. 3550 വാപ്പ് 798 വാഗ് 9H1C ലോക്കാണ്. വാപ്പ് 7 അല്ല, തിരുപ്പതിക്ക് പോകുന്ന വണ്ടിയാണ്. ബീഹാറിൽ നിന്ന് തിരുപ്പതിക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. വേറൊരു ട്രെയിൻ ഇതുപോലെ നേരത്തെ വന്ന് ഓടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പോലെ തന്നെ നേരത്തെ എത്തിയതാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കാട്ട്പാടി എത്തിയിട്ടോ. ഈ കാണുന്നതാണ് VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീൻ്റെ ഒരു ക്യാമ്പസ്. കാണുന്നൊക്കെ VIT വെല്ലൂരിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. എന്നാൽ വലിയൊരു ഫ്ലാറ്റ് കാണാം. നമ്മളവിടെ ഒരു ഗുഡ്സ് പാസ് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടത്. യെസ്, അങ്ങനെ 9:50 റൈറ്റ് ടൈമോട് കൂടി നമ്മൾ കാട്ട്പാടി ജംഗ്ഷനിൽ എത്തിയിട്ടോ. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. റൈറ്റ് ടൈമിൽ തന്നെയാണ് എത്തി. ജോളർപേട്ട എന്ന് പറഞ്ഞ സ്റ്റേഷൻ ജസ്റ്റ് വിട്ടു കേട്ടോ. നമ്മളെ TD രാമകൃഷ്ണൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ വെച്ചിട്ട് ധാരാളം കളവുകളും കവർച്ചകളൊക്കെ നടന്നു. അതേപോലെ അദ്ദേഹം ഗുഡ്സിലൊക്കെ ഉണ്ടായിരുന്നപ്പം ഗാർഡായിട്ടുണ്ടായിരുന്നപ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടവർക്ക് അറിയാൻ പറ്റും. അത്രയും പ്രശസ്തമായൊരു സ്റ്റേഷനായിരിക്കാം. അങ്ങനെ നമ്മൾ ജോളർപേട്ട വിട്ടു കേട്ടോ. അവിടെയൊക്കെ ധാരാളം ഗുഡ്സുകൾ ഇങ്ങനെ കിടക്കുന്ന കാണാം. പലതും ലോഡ് എടുക്കാനും ലോഡ് ഇറക്കാനും ഒക്കെ ആയിരിക്കണം. അതായത് പണ്ട് ജോളർപേട്ട് വരെ ആക്ച്വലി ഇലക്ട്രിക് ഫെൻസ് വയറിങ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഡീസൽ ലോക്കോ പിടിപ്പിച്ചിട്ടായിരുന്നു പാലക്കാട് വരെ കൊണ്ടുവരുന്നത്. പാലക്കാട് നിന്ന് അങ്ങോട്ട് പിന്നെയും കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി കണ്ടോ. ഇവിടെയൊക്കെ എല്ലായിടത്തും ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പം ഇന്ത്യ ഓൾമോസ്റ്റ് ഒട്ടാകെ എല്ലായിടത്തും ഇലക്ട്രിഫൈഡ് ആയി. ഈവൻ നമ്മുടെ നിലമ്പൂരേക്കുള്ള റൂട്ടാണെങ്കിൽ പോലും ഇപ്പം ഇലക്ട്രിഫൈഡ് ആയിരിക്കുകയാണ്. അവിടെ പാസിങ്ങിനായിട്ട് ഒരു വണ്ടി നമുക്ക് വേണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അവർക്ക് ചുവപ്പ് സിഗ്നലാണ്. ഇത് പച്ച ആകുമ്പോഴേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവരുടെ സിഗ്നൽ പച്ചയായി. ഈ കിടക്കുന്ന 30541 ലോക്കോ ആണ് കേട്ടോ. 2 ലോക്കോ ഉണ്ട്, ഡബിൾ ലോക്കോ ആണ്. അപ്പോൾ ഈ റോഡൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് തിരുപ്പൂരാണ് കേട്ടോ. തിരുപ്പൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നാട്ടിലെ ഈ തമിഴ്നാട് സൈഡിലേക്ക് വന്നപ്പോഴും നല്ല വെയിലും ചൂടുണ്ട്. നാട്ടിലെന്താ മഴയാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 3:40 കറക്റ്റ് ടൈമിൽ തന്നെ കേട്ടോ വണ്ടി എത്തിയത്. ഒരു സ്റ്റേഷനിൽ പോലും ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഡിലേ ഉണ്ടായിട്ടില്ല. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കേട്ടോ ഈ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ നാട്ടിലേക്ക് ഇപ്പം 2 ദിവസത്തിനുള്ളിലൊക്കെ എത്തണം വെക്കേഷന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1.5 ദിവസത്തിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ നല്ല ആപ്റ്റായിരിക്കും കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പാലക്കാടേക്ക് ഏകദേശം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും. കാരണം കുറേ വളവും തിരിവും പിന്നെ ബോർഡർ ക്രോസിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാണ്. നമ്മളങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ആനവണ്ടീനെ സ്പോട്ട് ചെയ്തിട്ടോ. അതാ പോകുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്നതായിരിക്കണം. ഒരു ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. സ്റ്റേഷൻ വിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ വിട്ടു കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷൻ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പാലക്കാടാണ്. എത്തുന്നതിന് മുമ്പ് കുറച്ച് കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. കോയമ്പത്തൂർ ഇങ്ങനെ അതായത് സിറ്റി ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഏറ്റവും തെങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ കോയമ്പത്തൂർ അടുക്കുമ്പോഴാട്ടോ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങാം. അതായത് നമ്മൾ കേരളത്താനായി എന്ന് അറിയുമ്പം നല്ല ചൂട് ഇങ്ങനെ പതിയെ കുറഞ്ഞു വരും. മഴക്കാലമാണെങ്കിൽ മഴ കൂടി വരും. പിന്നെ ദൂരത്ത് കാണുന്ന സഹ്യപർവ്വതങ്ങൾ ഇങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഈ കാണുന്ന ട്രാക്ക് നേരെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ട്രാക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ട്രെയിനിൽ ഗുഡ്സും കാര്യങ്ങളും കയറ്റുന്നു മനസ്സിലാകാം. വലിയൊരു വളവാണ്. ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അവിടെ. അതുകൊണ്ട് സ്ലോ ആക്കി നിർത്താനുള്ള ചാൻസ് ഉണ്ട്. വളരെ സ്ലോയിലാണ് പോകുന്നത്. ഈ ഒരു സ്ട്രെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കയറാൻ പോകുന്നത് കേരളത്തിലേക്കാണ്. എന്ത് മനോഹാരിതയും പച്ചപ്പും ഹരിതാപുമാണല്ലേ നമ്മുടെ നാട്. ചെടികളുടെ പച്ചപ്പൊക്കെ കൂടി വരുന്നു. പുല്ലും മറ്റു തകടുകളും കാണുന്നു. ഉണങ്ങിയ ഭൂമികളൊക്കെ അവസാനിക്കുന്നു. നമ്മളങ്ങനെ
ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ മടുക്കരയിൽ എന്ന് പറഞ്ഞ സ്റ്റേഷന് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോയിലാണ് പാസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വേറെ ഗുഡ്സ് എടുക്കുന്നത് കാണാം. ഇത് കേരളത്തിലേക്ക് പോകാനുള്ളതാണ്. 38274 ബിലാസ്പൂരിൽ നിന്നുള്ള ലോക്കോയാണ് കേട്ടോ. അതായത് നമ്മളെ KSRTCയിലെ ഇത് ഡിപ്പോ എന്ന് പറയുന്ന പോലെ ബിലാസ്പൂർ ഡിപ്പോൻ്റെയാണ്. കുറച്ച് ആക്സിലുകളും മറ്റും കൂടെ കിടക്കുന്നത് കാണാം. വാളയാർ പരമശിവത്തിൻ്റെ ലോറി ഷെഡ് പോലെ ഉണ്ട് കാണാൻ കേട്ടോ. അതേ ഒരു സെറ്റപ്പിൽ ഇവിടെ 4-5 ലോറിയൊക്കെ കാണാം. അവിടെ കോട മൂടി നിൽക്കുന്ന കുറേ മലകൾ കാണാം. അതിലൊന്നായിരിക്കണം ഊട്ടി നീലഗിരീസൊക്കെ. കാരണം ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് വരേണ്ടത്. നമ്മളൊരു വട്ടം ഡോൾഫിൻ ഹൗസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സൈഡൊക്കെ ആവാനാണ് സാധ്യത. കറക്റ്റ് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഗാർഡ് സെക്ഷൻ പോലെ വളവും തരുവാണ്. കണ്ടോ, ബാക്കിലോട്ട് നോക്കുമ്പം മഴയില്ല, കോളുമില്ല. പക്ഷെ കേരളത്തിൽ, അതായത് നാട്ടിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ, ആറഞ്ച് മേഘങ്ങൾ മൂടി നല്ല മഴയ്ക്കുള്ള കോളിലാട്ടോ നിൽക്കുന്നത്. ഇതാണ് ആ സഹ്യപർവ്വതങ്ങളുടെ ഭാഗങ്ങൾ. ഇതൊക്കെ ആയിരിക്കണം ഇങ്ങോട്ടേക്കുള്ള മഴ തടഞ്ഞു നിർത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഭംഗിയല്ലേ കാണാൻ. കാണുന്നതാണ് നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം എന്ന് പറഞ്ഞ അമൃതേൻ്റെ ഒരു മെയിൻ ക്യാമ്പസാണ് കേട്ടോ. എട്ടിമട എന്ന് പറഞ്ഞ സ്ഥലമാണ്. മോസ്റ്റ്ലി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും എട്ടിമടയ്ക്ക്. ഇത്രയും ഈ സഹ്യപർവ്വതങ്ങളുടെ ഇടയിലാണ് കേട്ടോ ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അമൃതേൻ്റെ ഹോസ്റ്റലാന്ന് തോന്നുന്നു. ധാരാളം വാഴ തോട്ടങ്ങളും തെങ്ങിൻ കൂട്ടങ്ങളും മറ്റും കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വാളയാർ എത്തിയിരിക്കുക കേട്ടോ. വാളയാർ ചെക്ക് പോസ്റ്റാണ്. ഇതിന് നേരെ അപ്പുറത്ത് കാണുന്ന ഹൈവേയിൽ വരുമ്പോൾ നമ്മൾ വാളയാർ സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാലക്കാടേക്ക് അധികം ഇല്ല, വാളയാർ കഴിഞ്ഞാൽ. തൊട്ടപ്പുറം കാണുന്നത് പാലക്കാട് IIT ആണ് കേട്ടോ. കേരളത്തിലെ പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിലൊരു IIT ഉള്ള കാര്യം തന്നെ. ഈ കഞ്ചിക്കോട് സൈഡിലായിട്ടാണ് ഇവരെ ക്യാമ്പസ് വരുന്നത്. പാലക്കാട് സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി. റായ്പൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1.5 ദിവസം യാത്ര. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അപ്ഗ്രേഡേഷൻ കിട്ടി. പിന്നെ രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും അധികം പെടേണ്ടി വന്നില്ല, അധികം പിടിച്ചിടലുണ്ടായില്ല. റൈറ്റ് ടൈമിൽ 16, അതായത് 4:58 പറഞ്ഞാൽ 4:59 നമ്മളെത്തി. കറക്റ്റ് ടൈമായിരുന്നു. അപ്പം ലോക്കോ പൈലറ്റ് ഡിസേർവ്സ് ആൻ അവാർഡ്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഏർലി ആയിട്ട് തന്നെ എത്തി. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ വീട്ടിലെത്താൻ പറ്റി. സോ താങ്ക്സ് ടു ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ.